നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ട്രംപ് ഹമാസിന് ഇപ്പോൾ ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. ഉടൻ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസ കത്തിക്കും എന്നാണ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ അവിടെ ഇവിടെയായി പതുങ്ങിയിരുന്ന മാളത്തിൽ ഒളിച്ചിരുന്ന ഹമാസിന്റെ നേതാക്കൾ എല്ലാവരും ഒന്ന് തല ഉയർത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിലിരിക്കുമ്പോഴാണ്. അതായത് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇറാനിലെത്തി ഖമനേയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില ആശങ്കകൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ട്. എന്തെങ്കിലും ഒരു ആക്രമണത്തിന് ഉള്ള കോപ്പ് കൂട്ടുകയാണോ എന്നുള്ള ഒരു സംശയം. മറ്റൊന്ന്, ട്രംപ് അധികാരത്തിലെത്തിയത് ഒരു വാക്ക് കൊടുത്തുകൊണ്ടായിരുന്നു. ബന്ദികളെ തിരികെ എത്തിക്കും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ്. പക്ഷേ ഇതുവരെ പൂർണ്ണമായും അവരെ തിരികെ എത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ട്രംപിന്റെ ഇമേജിന് കൂടി ഒരു കോട്ടം തട്ടുന്ന വിഷയമായതുകൊണ്ട് തന്നെ ട്രംപ് നിലപാട് കടുപ്പിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാകുകയാണ്. പക്ഷേ ഹമാസ് ഇപ്പോഴും തിരികെ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ പറഞ്ഞുകൊണ്ടാണ്. ഹമാസ് ഇപ്പോ വളരെ കർശനമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹമാസ് പറഞ്ഞിട്ടുള്ളത് ബന്ദികളെ ഞങ്ങൾ വിടാൻ പോകുന്നില്ല എന്നാണ്. ബാക്കി ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഇവരെ പുറത്തു വിടണമോ എന്നുള്ള കാര്യം ഞങ്ങളൊന്ന് ആലോചിക്കണം എന്നാണ് ഹമാസ് ഇപ്പോ ഏറ്റവും അടുത്ത പുതിയ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഗാസ കത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞു, പക്ഷെ അതിനേക്കാൾ എന്നാൽ അത് കാണട്ടെ എന്നുള്ള മട്ടിലാണ് ഹമാസ്. എനിക്ക് തോന്നുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗാസയിൽ ചുവടുറപ്പിച്ചു നിൽക്കാൻ ഒരു ഇഞ്ച് ഭൂമി അവർക്കില്ല, ഒന്നും നോക്കാനില്ല. ഈ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരു വിഷയമല്ലല്ലോ എന്ത് സംഭവിച്ചാലും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നിലപാടിലാണ് ഇപ്പോൾ ഹമാസ് ഉള്ളത് എന്ന് തോന്നുന്നു. കാരണം ഗാസ വെട്ടിമുറിച്ച് പകുതി അമേരിക്കയും പകുതി ഇസ്രയേലും എടുക്കാൻ അവർ തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ഉള്ളവരെ വേണമെങ്കിൽ ജോർദാനിലേക്ക് കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ സൗദിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ട്രംപും നെതന്യാഹുവും നടത്തുന്നു. ഇതിനിടയിലാണ് ഒന്ന് തല പൊക്കാൻ, ഞങ്ങൾ അവശേഷിക്കുന്നുണ്ട്, ഞങ്ങളെ പൂർണ്ണമായും തകർത്തില്ലാതാക്കാൻ ഈ പറയുന്ന ട്രംപിന് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണോ തിരികെ ഒരു വെല്ലുവിളി? അല്ല, ഇതിപ്പോ അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇസ്രയേലിൽ തന്നെയുള്ള ഒരു പ്രശ്നമുണ്ട്. അവിടെ ജൂതരിൽ തന്നെ തോറ ജൂതർ എന്ന് പറയുന്ന തോറ ഗ്രന്ഥം നോക്കുന്ന ഒരു ഹരേദി ജൂതർമാരുണ്ട്. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ഭരിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശം പലസ്തീൻകാർക്കാണെന്നാണ് പറയുന്നത്, ജൂതർക്കല്ല അവകാശം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ജൂതർമാരുടെ ഇടയിൽ തന്നെയുള്ള തീവ്ര ജൂത വിശ്വാസമുള്ളവർ തന്നെ ഇതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള ഒരു വശത്ത്. രണ്ടാമത്തെ വശത്തായിട്ട് നിൽക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് തീർത്തു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ എന്തായാലും ബന്ദികളെ വിടാൻ തയ്യാറല്ലാന്ന്. ഇതിന് കാരണം പറയുന്നത് ട്രംപ് പറഞ്ഞതാണ്. ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാസ വെട്ടിമുറിക്കുമെന്നും അല്ലെങ്കിൽ ഗാസയിലുള്ള ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞയക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞയക്കുകയാണെങ്കിൽ സൗദിയിലേക്കോ അല്ലെങ്കിൽ ജോർദാനിലേക്കോ പറഞ്ഞയക്കുന്നത് 1948 ഉണ്ടായിട്ടുള്ള നഗ്ബയ്ക്ക് തുല്യമാണ് എന്നാണ് ഹമാസ് വാദിക്കുന്നത്. അപ്പോൾ ഹമാസിന്റെ ആവശ്യം അല്ലെങ്കിൽ ഹമാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇനി അവരിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കാൻ അവിടെ ബന്ദികൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വന്ന ബന്ദികളെ കുറിച്ച് ഇന്നലെ എല്ലാം പറഞ്ഞ ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. വെള്ളവും ഭക്ഷണവും വെളിച്ചവും കണ്ടിട്ട് കാലങ്ങളായവരെ പോലെയാണ് ഇവര് വന്നിട്ടുള്ളത്, പട്ടിണി കോലങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. മനുഷ്യരെ പോലെ അവർക്ക് എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റാത്തൊരു ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ ചെയ്തിരിക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും എല്ലാവരോടും ഒരുമാതിരി മഹാമോശമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. അപ്പോ ഇത്തരം ബന്ദികൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഹമാസിന് ഏറ്റവും വലിയ പേടിയായിരിക്കുന്നത്. കാരണം ഈ ജനങ്ങളെ കാണുമ്പോൾ തന്നെ, സ്വന്തം ആൾക്കാരെ കാണുമ്പോൾ ഇത്രയും പ്രാകൃത വേഷധാരികളായിട്ടുള്ള, ഇത്രയും എണീക്കാൻ പോലും വയ്യാത്ത രീതിയിൽ മനുഷ്യക്കോലങ്ങൾ മാത്രമായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് തീർച്ചയായും വീണ്ടും ഹമാസിനെതിരായിട്ടുള്ള രോഷം വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഹമാസ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, ഇന്നിപ്പോ ഉച്ചയ്ക്കൊക്കെ വന്ന ന്യൂസിൽ പറയുന്നത് ഇതാണ്, ഞങ്ങൾ എന്തായാലും ബന്ദികളെ വിട്ടുതരണമെന്ന് ആലോചിക്കട്ടെ, കാരണം ഇസ്രയേൽ കരാറിൽ നിന്ന് പിന്മാറി എന്നാണ് ഹമാസ് ഇപ്പൊ പറയുന്നത്. അത് പക്ഷേ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, നല്ലൊരു പരിപാടിയല്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ തന്തയില്ലായ്മത്തരം തന്നെയാണ് ഈ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് നിലപാടിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോകില്ല. കാരണം വെടിനിർത്തൽ ശനിയാഴ്ച അവസാനിക്കുകയാണ്. പക്ഷെ അതിനെ കുറിച്ച് ആലോചിക്കട്ടെ, ഫെബ്രുവരി 15 ശനിയാഴ്ച നടക്കാൻ പോകുന്ന ബന്ദിമോചനം നടക്കില്ല എന്നാണ് ഹമാസ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇനിയും ഗാസയിൽ എന്താണ് കത്തിച്ചാമ്പലാകാനുള്ളത്? അതൊരു ഗാസയില് ചോദ്യമാണ്. പക്ഷേ ഇപ്പോഴും ഹമാസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഹമാസുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ ഖമനേയിയുടെ കളിയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. കാരണം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ, അതായത് പ്രതിരോധത്തിന്റെ അച്ചുതണ്ടുകളാണ് ട്രിപ്പിൾ എച്ച്, ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, ഇവരിൽ ഇപ്പോൾ ഇറാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകമായും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സേനാംഗങ്ങൾ ഗാസയിൽ ഹമാസിനും അവശേഷിക്കുന്ന ഹമാസ് പോരാളികൾക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ളകൾക്കും സൈനിക പരിശീലനം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ ഹമാസിന്റെ നേതാക്കളും ഖമനേയുമായും ഒരു ചർച്ച നടന്നു എന്ന് പറയപ്പെടുന്നത്. ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ എന്താണ് എന്ന്, ഈ ചർച്ച നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ CIA അതുപോലെ മൊസാദ് ചാരന്മാർ ടെഹ്റാനിൽ ഇറങ്ങി എന്നുള്ള ഒരു വിവരവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എന്തൊക്കെയോ ചില വിവരങ്ങൾ ചൂഴ്ന്നെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്ര കട്ടായം പറയുന്നത്. ഇത്ര സമയത്തിനുള്ളിൽ വിട്ടുതരണമെന്നാണ്, അല്ലെങ്കിൽ ശനിയാഴ്ചക്കുള്ളിൽ തരണമെന്നല്ല. 2 ദിവസം ഞാൻ സമയം അനുവദിക്കും, അതിനുള്ളിൽ അവരെ തിരികെ എത്തിക്കാനുള്ള നീക്കം ഹമാസ് നടത്തിയിരിക്കണം. പക്ഷെ അതേസമയം തന്നെ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അടുത്ത യുദ്ധത്തിനുള്ള വഴിയാണ്. കാരണം 42 ദിവസം പൂർത്തിയാകാനിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ ഇതില് 42 ദിവസത്തെ ആദ്യത്തെ 42 ദിവസത്തെ ഘട്ടമാണ് അവസാനിക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി 15 ശനിയാഴ്ച. അപ്പോ അതിനുള്ള ചർച്ചകൾ ഖത്തറിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. ഇന്ന് നാളെയൊക്കെയുടെ ഖത്തറിൽ ചർച്ച നടക്കാനിരിക്കുകയാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഹമാസിനെ വിടില്ല എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് എസദ്ദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വളരെ വ്യക്തമായിട്ടുള്ള ന്യൂസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മിക്കവാറും ഇത് ഒരു യുദ്ധത്തിലേക്ക് തന്നെ വഴിതെളിയിക്കുമെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇനിയും ഇപ്പൊ ഇവിടുന്ന് ഈ വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ട്രംപ് പറഞ്ഞു ഇവിടുന്നുള്ള ആൾക്കാരെ, ഗസയിൽ നിന്നുള്ള ആൾക്കാരെ സൗദിയിലേക്കോ ജോർദാനിലേക്കോ മാറ്റുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന സമയത്തുള്ള ന്യൂസുകളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ വന്നവരിൽ പലരും തന്നെ പോരാളികളായിരുന്നു. ഹമാസ് പോരാളികളും പലസ്തീൻ തീവ്രവാദികളുമാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്തു പോയത്. അവർ തിരികെ വന്നവരിൽ പക്ഷേ ഇവരാണ് കൂടുതലുള്ളത്. സാധാരണ ജനങ്ങളല്ല തിരിച്ചു വരുന്നത്. കാരണം സാധാരണ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ അവിടെ ഒരുപാട് പരിമിതികളുണ്ട്. വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, വീടില്ല. അപ്പൊ ഇവര് ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് വരുന്നു, തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ അഭയാർത്ഥികളായി പോയവരിൽ പലർക്കും അതിഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തിരികെ ഗാസയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വൈദ്യസഹായത്തിന് ഒരു വഴികളും. അങ്ങനെയുള്ള അവസരം ഉണ്ടായിരിക്കെ ഈ കൂട്ടമായി പലസ്തീനിലേക്ക് ഗാസയിലേക്ക് തിരിച്ചെത്തുന്നവരാരായിരിക്കും? ഇത്രയും ആൾക്കാർ. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം നമുക്കെല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അത് നാമാവശേഷമായി പോകുന്ന ഒരു പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമോ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവിടേക്ക് നിങ്ങൾക്ക് താമസം തുടങ്ങാമെന്ന് പറയുമ്പോൾ നമ്മള് കൂട്ടമായിട്ട് തിരിച്ചു വരുന്നത് വളരെ അപൂർവമാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ വന്ന് നോക്കി നമ്മുടെ സ്ഥലം അവിടെ ഉണ്ടോ നോക്കി, ആ സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യമുണ്ടോ നോക്കിയതിനു ശേഷം മാത്രമാണ് അവിടേക്ക് ഒരു കുടുംബത്തോടെ തിരിച്ചു വരുള്ളൂ. ഇത് വരാമെന്ന് പറഞ്ഞ പിറ്റത്തെ ദിവസം തന്നെ തലയണെ കയറ്റി ബാണ്ടക്കെട്ടുകളുമായിട്ട് ആൾക്കാർ വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിനുള്ളിൽ പലരും വരുന്നത് ഇവിടെ നിന്ന് പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരാണ് പുറത്തു പോയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള വ്യാജേന വന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദം ഉള്ള ആൾക്കാര്, തീവ്രവാദികളായിട്ടുള്ള പലസ്തീനികൾ തന്നെയാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് ട്രംപ് ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല ഗാസയിലെ തന്നെ ഒരു വിഭാഗം ഈ ട്രംപ് പറഞ്ഞ ഈ പ്രഖ്യാപനത്തോട് യോജിക്കുന്നുണ്ട്. കാരണം ഗാസ പുനർനിർമ്മിക്കും, അത് ഒരു കടൽ തീര സുഖവാസ കേന്ദ്രമാക്കും. പക്ഷെ അങ്ങനെ ഗാസ വളർന്നു വരുന്നത് പലസ്തീനികൾക്ക് ഇഷ്ടമല്ല. അല്ല, ഇതിനോട് യോജിക്കുന്ന ഒരു വിഭാഗം ഗാസയിലുണ്ട്. അതായത് അവർക്ക് ആവശ്യം സാധാരണ ജനങ്ങൾ അവർക്ക് ആവശ്യം എങ്ങനെയെങ്കിലും ഈ
ഇടയ്ക്കിടയ്ക്കുള്ള ഇവരുടെ ഈ പലായനം, അതായത് ജീവനും അവരുടെ പ്രിയപ്പെട്ട കുട്ടികളെയും ഒക്കെ എടുത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി ഒളിയാൻ ഇനി അവർക്ക് വയ്യ. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇസ്രയേലിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഗാസയിൽ ഒരു സമാധാനം വരികയാണെങ്കിൽ ഒരു വികസനത്തിലേക്ക്, ജനങ്ങളുടെ നന്മയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗവും അവിടെ ഉണ്ട്. ആ ആൾക്കാരൊന്നും പറയുന്നില്ല. ഇപ്പോൾ അവരുടെ വാ മൂടിക്കെട്ടുന്നത് ഈ തീവ്രവാദികളാണ്. അവരാണ് ഇവിടെ തന്നെ താമസിക്കണമെന്നും ഇവിടുന്ന് വിട്ടുപോവില്ല എന്നും പറഞ്ഞ് ശഠിക്കുന്നത് അവർ തന്നെയാണ്. കാരണം അവർക്ക് വളരെ വളക്കൂറുള്ള മണ്ണാണത്. ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ ഒരുക്കി കൊടുക്കുന്ന സൗകര്യത്തിൽ ആ വീടുകളിൽ ഇവരുടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ പറ്റില്ല. കാരണം അവിടെ അമേരിക്കയുടെയും ഒക്കെ കണ്ണുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഗാസ വിട്ടുപോകാൻ പറ്റില്ല, പലസ്തീൻ വിട്ടുപോകാൻ പറ്റില്ല. കാരണം അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ കുറച്ച് ആൾക്കാരെ ഇവിടെ തന്നെ നിലനിർത്തേണ്ടത് ഖമനേയി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും അത്യാവശ്യം കൂടിയാണ്. ഖമനേയെ സംബന്ധിച്ചിടത്തോളം ഖമനേയിക്ക് വലിയ ഒരു നഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ ഗാസയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഗാസയിൽ നിന്ന് ഈ ഹമാസിന് പൂർണ്ണമായും ഒഴിയേണ്ടി വന്നാൽ. കാരണം പിന്നീട് അവർക്ക് ഒരു ശക്തമായ വേരോട്ടം അവിടെ സാധ്യമല്ല. ഇറാന്റെ വലിയ ശക്തികളാണ്, നമുക്കറിയാം, ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ. ഈ ഹമാസിന്റെ കോട്ടയായ ഗാസയിലും അതുപോലെ തന്നെ ലെബനനിലും ഒക്കെ വളരെ വലിയ രീതിയിൽ ആയുധ പരീക്ഷണങ്ങളും രാസായുധ പരീക്ഷണങ്ങളും ഒക്കെ ഇറാൻ നടത്തുന്നുണ്ട്. കാരണം ഇറാനിൽ എപ്പോഴും അമേരിക്കയുടെ ഒരു കണ്ണുണ്ട്. ഇറാൻ ഒരു പരിധിയിൽ കൂടുതൽ ആണവായുധ പരീക്ഷണങ്ങൾ സ്വന്തം മണ്ണിൽ നടത്താൻ കഴിയില്ല. ഈ പർവ്വതങ്ങൾക്കടിയിലാണെങ്കിലും ഇനിയിപ്പോൾ ആകാശത്ത് കൊണ്ട് നടത്തി ഇത് ചെയ്താൽ പോലും അത് ചൂഴ്ന്നെടുക്കാൻ CIA ഉണ്ട്, മൊസാദ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് മറ്റിടങ്ങൾ അനിവാര്യമാണ്. അങ്ങനെ ഇറാൻ ഒരു കേന്ദ്രമായി കണ്ടിരിക്കുന്നത് സിറിയ, ലെബനൻ, യമൻ, പലസ്തീൻ ഇതൊക്കെയാണ്. അപ്പോൾ അവർക്ക് അവിടെ നിന്നൊക്കെ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇല്ലാതാകുന്നു. ഇപ്പോൾ തന്നെ സിറിയയിൽ ഇറാന്റെ ശക്തി കേന്ദ്രങ്ങൾ അവസാനിച്ചിരിക്കുന്നു. വലിയൊരു ശക്തി ഇപ്പോൾ അവിടെ ഇല്ല. മാത്രമല്ല, ട്രംപ് എന്താണ് സിറിയയിൽ കണക്ക് കൂട്ടുന്നത് എന്നറിഞ്ഞിട്ട് മാത്രമേ ഇനി എന്തെങ്കിലും ഒരു നീക്കം സിറിയയിൽ നടത്താൻ ഇറാന് സാധിക്കുകയുള്ളൂ. പിന്നൊന്ന് ലെബനനായിരുന്നു. ലെബനനിൽ പൂർണ്ണമായും ഹിസ്ബുള്ള തകർന്നടിഞ്ഞു കഴിഞ്ഞു. അവർക്ക് തലപൊക്കാൻ കഴിയാത്ത രീതിയിൽ ഇസ്രയേൽ കയറി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെയും രക്ഷയില്ലാത്ത ഒരു അവസ്ഥ. പിന്നീട് പറയാനുള്ളത് ഗാസയാണ്. ഗാസയിലും ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നിരീക്ഷണത്തിലാണ്. യമനിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ആശ്വാസമുള്ളത്. കാരണം യമനിൽ എപ്പോഴാണ് ഒരാക്രമണം അമേരിക്ക നടത്താൻ പോകുന്നത് എന്നത് വ്യക്തമല്ല. അതും ഒരു ഭീതിയായി ഇറാന് കിടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇറാന്റെ ചിറകുകളെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹമാസ് കീഴടങ്ങാൻ ഒരു കാരണവശാലും ഇറാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈ ബന്ദിമോചനത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന് അവരെ കൊണ്ട് പറയിക്കുന്നത്. മാത്രമല്ല, ഹമാസ് തോറ്റുകൊടുക്കാൻ പാടില്ല. അവർക്ക് ഇങ്ങനെ നിങ്ങൾ തോറ്റു കൊടുക്കരുത്. കാരണം ഹമാസ് തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകുന്നു, ബന്ദികളുടെ കൈമാറ്റം ഞങ്ങൾ നടത്താമെന്നൊക്കെ ഹമാസ് പ്രഖ്യാപിക്കുമ്പോൾ യഹിയ സിൻവറിന്റെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ അടിയറക്കുന്നത് എന്നുള്ള ഒരു പറഞ്ഞാണ് ഇവരെ പിടിച്ചു കയറ്റി വിടുന്നതാണ്. കാരണം ഇതുവരെ ശരിയാണ്, വലിയ തോൽവിയാണ്. യഹിയ സിൻവറിന്റെ ബോഡി കിട്ടിയിട്ടില്ല. ഇപ്പോൾ അത് ട്രംപിന്റെ കാൽച്ചുവട്ടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ട്രംപ് ആ ബോഡി വിട്ടുകൊടുക്കാൻ ഗാസയിൽ ഒരു വീരപരിവേഷത്തോടെ യഹിയ സിൻവറിനെ അടക്കം ചെയ്യാൻ അനുവദിക്കില്ല. കാരണം ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനാണ്. അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഒരു വലിയ പദ്ധതിയുടെ തലയാണ് യഹിയ സിൻവർ. അപ്പോൾ അങ്ങനെ ഒരു വീരപരിവേഷം യഹിയ സിൻവർക്ക് കിട്ടാൻ ഒരു കാരണവശാലും ട്രംപ് അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും നാണം കെട്ട് ഒരു തോറ്റോടിയ പടയായി മാറുകയാണ് ഹമാസ്. പക്ഷെ ഇപ്പോഴും ഇറാൻ വെല്ലുവിളിക്കുന്നത് അങ്ങനെ ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും കാരണം അവരില്ലാതെയായി കഴിഞ്ഞാൽ, ഹമാസ് ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദികൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവസാനിക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങളുടെ ഇതായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ സിറിയ ഇതിൽ ഉൾപ്പെട്ടതായിട്ട് തന്നെ നമ്മളെല്ലാവരും അറിയുന്നത് തന്നെ വളരെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റേതൊക്കെ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഒരു അജണ്ടയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഹിസ്ബുള്ള, ഹമാസ് എന്ന ഭീകരരെ ശരിക്കും പറഞ്ഞാൽ ചാവേറുകളായിട്ട് വെച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേല് ഈ ഗാസയിലേക്ക് തിരികെ എത്തുന്നവരെ തടയുന്നു, അല്ലെങ്കിൽ ഇവരെ പരിശോധിക്കുന്നു. ആരൊക്കെയാണ് തിരിച്ചു വരുന്നത് പരിശോധിക്കുമ്പോൾ ഇവർ ഇത്രയും വെകിളി കൊള്ളുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ തിരിച്ചു വരുമ്പോൾ ഇവർക്ക് ആവശ്യം ഹമാസുകളെയും ഹിസ്ബുളെയും ഇവിടെ പാർപ്പിക്കുക തന്നെയാണ്. അതൊരിക്കലും ഇനി നടക്കില്ല എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കരാറിന്റെ ഭാഗമായിട്ട് ഗാസയിലെ പ്രധാന മേഖലകളിൽ ഒന്നാണ് നെറ്റ്സാറിംഗ് കോറിഡോർ. ഈ കോറിഡോറിൽ നിന്ന് സൈന്യത്തെ എല്ലാം പിൻവലിച്ചു തുടങ്ങിയെന്ന് ഇസ്രയേൽ അറിയിച്ചതാണ്. മിനിങ്ങാന്ന് ഞായറാഴ്ച പറഞ്ഞതാണ്, ഞങ്ങൾ നെറ്റ്സാറിംഗ് കോറിഡോറിൽ നിന്ന് സൈന്യത്തിനെ പിൻവലിക്കുന്നു. ഇപ്പൊ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് നെറ്റ്സാറിംഗ് കോറിഡോർ വഴി കടന്നുപോകാൻ ഇസ്രയേൽ സൈന്യം പലസ്തീനികളെ അനുവദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വടക്കൻ ഗാസയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ കാൽനടയായിട്ടെല്ലാം വരാൻ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ നെറ്റ്സാറിംഗ് കോറിഡോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ വരെ തയ്യാറായി ഇസ്രയേൽ എന്ന് പറയുമ്പോഴും ഇസ്രയേൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ട്രംപ് ആഗ്രഹിക്കുന്നത് ബന്ദികളെ തിരിച്ചു കിട്ടണമെന്ന് തന്നെയാണ്. പക്ഷെ അതിനുള്ള ഒരു സാധ്യത കളഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും യുദ്ധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ബന്ദി മോചനത്തിൽ അതിപ്പോഴും ട്രംപിന്റെയും അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഒരു തോൽവി തന്നെയാണ്. കാരണം എല്ലാ വേദികളിലും ഇരുവരും ഹമാസ് കീഴടങ്ങി, ഹമാസ് പൂർണ്ണമായും ഇല്ലാതായി എന്ന് പക്ഷെ അവിടെ ഇനി മോചിപ്പിക്കാൻ ബന്ദികളില്ല. അല്ല, അപ്പോഴും അതായത് കിട്ടുന്ന വേദികളിലെല്ലാം കയറി പറയുന്നത് ഞങ്ങൾ ഹമാസിനെ കീഴ്പ്പെടുത്തി. അപ്പോഴും തിരികെ വരുന്ന ഒരു ചോദ്യം, ബന്ദികളെവിടെ? ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന രണ്ട് ലോക നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്. ആ ചോദ്യത്തിന് മുമ്പ് തന്നെയാണ് ഇപ്പോ ഹമാസും ഇറാനും എല്ലാം പതറുന്നത്. കാരണം വിട്ടുകൊടുക്കാൻ ബന്ദികളില്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അത് വളരെ ഭീകരമായിരിക്കും. കാരണം മുൻപ് ഹമാസ് വ്യക്തമാക്കിയിരുന്നത് ബന്ദിമോചനത്തിന് തയ്യാറാണ്. അല്ല, എന്താണെന്നറിയോ, ഈ ബന്ദികളെ കൊടുക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രംപിന്റെ മുമ്പിലും നെതന്യാഹുവിന്റെ മുമ്പിലും എങ്ങനെ പിടിച്ചു നിൽക്കും? തന്നെയല്ല, 100ഓളം ബന്ദികൾ ബാക്കിയുണ്ട്. അക്കൂട്ടത്തിൽ അമേരിക്കൻ പൗരന്മാരും ഉണ്ട്. അപ്പോൾ അക്കാര്യത്തിലാണ് ഇനി ഒരു ആശങ്ക. അപ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കാം ട്രംപ് ഈ ഒരു അവസരത്തിൽ ഇത്ര സമയത്തിനുള്ളിൽ ബന്ദികളെ വിട്ട് കിട്ടണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ ഗാസ ചാമ്പലാക്കും എന്നുള്ളത് ട്രംപിന്റെ വെറും വാക്കാവാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ബന്ദികളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുൻപും പിൻപും നോക്കാനില്ലല്ലോ. ആകെ വീണ്ടും ഈ ട്രംപ് ഉൾപ്പെടെ, ട്രംപ് ആണെങ്കിലും നെതന്യാഹു ആണെങ്കിലും കുറച്ചൊരു മിതത്വം പാലിക്കുന്നത് ബന്ദികളെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ബന്ദികളുടെ വീട്ടുകാരോടുള്ള ഒരു പ്രതിബദ്ധതയുടെ മുകളിൽ മാത്രമാണ് ഇതുവരെയും നെതന്യാഹുവും ട്രംപും പിടിച്ചു നിന്നിട്ടുള്ളത് അവിടെ. അല്ലെങ്കിൽ നേരത്തെ പ്രശോഭ പറഞ്ഞതുപോലെ തന്നെ ഗാസ കത്തിക്കാതിരുന്നത്. അപ്പൊ ബന്ദികൾ മോചിപ്പിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും അവരോട്? അപ്പൊ ഇനി അവിടെ നാമാവശേഷമാക്കുക. കാരണം അവിടെ ഇനി ഒന്നും നശിക്കാനില്ല ഗാസയിലേക്ക്. അപ്പൊ ഇനി ഗാസ ശരിക്കും പറഞ്ഞാൽ ഇനി പുനരുദ്ധരിച്ചേ പറ്റുള്ളൂ. ഈ പുൽക്കൊടി പോലും മുളയ്ക്കാനില്ലാത്ത അവസ്ഥയിലാണ് മാറായി പോയ ഒരു ഭൂമിയാണ് അത് പുനർനിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭാരിച്ച ജോലിയാണ്. അപ്പൊ ഇനി അവിടെ എങ്ങനെ ബന്ദികളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ് കാര്യങ്ങള്. വേറെ ഒന്നിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം അല്ല, ഇവരെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ഒന്നും നോക്കാനില്ല. ട്രംപിനേക്കാൾ പ്രശ്നം വരാൻ പോകുന്നത് നെതന്യാഹുവിനാണ്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയാണ്. അതാ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവർക്ക് മുൻപും പിൻപും നോക്കാനില്ല. ഹമാസിനെ എന്നല്ല ഇറാനായാലും ആർക്കാണെങ്കിലും വെച്ചിട്ട് അടിക്കാനുള്ള ഒരു തരത്തിൽ ഒന്നും തടസ്സമാകുന്നില്ല. മറ്റത് മുൻപ് ബന്ദികളുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞിരുന്നത് യുദ്ധം അവസാനിപ്പിക്കൂ, ഇവരോട് കൈ കൊടുക്കൂ, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ബന്ധുക്കളെ തിരിച്ചു തരൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നെതന്യാഹുവിനെല്ലാം ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ആ ഒരു ലിമിറ്റേഷനും ഇവർക്ക് ബാധകമാവില്ല. ബന്ദികൾ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ദുഃഖം തന്നെയാണ്. പക്ഷെ വന്ന ആൾക്കാരുടെ രൂപം തന്നെ കാണുമ്പോൾ അത് വളരെ എത്രയോ ദിവസങ്ങളായി വെള്ളവും ഒന്നുമില്ലാതെ ഇരുട്ടറയില് അടച്ചിട്ടിട്ട് വെളിച്ചം കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയപ്പാടോടുകൂടി നിവർന്നു നിൽക്കാൻ കഴിയാതെ എല്ലുന്തിയിട്ടുള്ള ദേഹങ്ങളായാണ് ഇവർ വരുന്നത്. അപ്പോ ഇവർ തന്നെ പറയുന്നത് നാസി ക്യാമ്പുകളിൽ അകപ്പെട്ട ജൂതന്മാരുടെ അവസ്ഥയാണ് ഈ തിരിച്ചു വരുന്നവരെ കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ദുരിതം കൊടുത്തിട്ടുള്ള, അപ്പൊ ഈ ബന്ദികൾക്ക് പകരമായിട്ട് 100 കണക്കിന് പലസ്തീൻ തടവുകാരെയാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. ഈ വിട്ടുകൊടുത്ത തടവുകാരെല്ലാവരും തന്നെ കുറച്ചുപേരെങ്കിലും ക്രിമിനൽസ് ആണ്. അപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ക്രിമിനലുകളാണ്. വിട്ടുവീഴ്ചകൾക്ക് വേണ്ടിയാണ്. അതിലേറെ കഷ്ടമാകാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ബന്ദികളെ തിരികെ തന്നില്ലെങ്കിൽ സർവനാശം എന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ഗാസയിൽ അവശേഷിക്കുന്ന ബാക്കി മനുഷ്യരുണ്ട്.
അവര് ഇനി ഉണ്ടാകില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. അവരെ എത്രയും അവര് പെട്ടെന്ന് അവരുടെ തിരിച്ചു ഭൂമിയിൽ കൊണ്ടുവരിക. നിന്ന് പോകാൻ തയ്യാറല്ലാതെ ഇപ്പോഴും അവിടെ കഴിയുന്ന കുറെ മനുഷ്യരുണ്ട്. അവർക്ക് ജീവനും സ്വത്തിനും അവകാശം കൊടുക്കുക, മറ്റൊരു സ്ഥലത്ത് അതുപോലെ തന്നെയുള്ള ഭൂമി കൊടുക്കുക, അവരെ പുനരധിവസിപ്പിക്കുക. അല്ല, അത് അത്ര എളുപ്പമല്ല. കാരണം ഇവിടെ ഒന്നും ഇല്ലല്ലോ. അല്ല, ഗാസയിൽ ആശുപത്രി ഇല്ല, വെള്ളമില്ല, അതൊക്കെ അതിനെ അതുവരെ കാരണം അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താതെ അവിടെ ഒന്നും നടക്കില്ല ഇനി. അത്രയും അവിടെ അത്ര വേസ്റ്റ് മാറ്റാൻ തന്നെ അത്രയും ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഇടയിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ താമസിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളേ വരുള്ളൂ. കാരണം ശവശരീരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അതൊന്നും കളയാൻ നിവർത്തില്ല. കാരണം ബോംബിടുമ്പോഴും ഈ കെട്ടിടങ്ങളെല്ലാം പൊടിഞ്ഞ് വെറും ധൂളികളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതെല്ലാം വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് ഹിമാലയൻ ടാസ്ക് ആണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഗാസ ഒരു അധിനിവേശത്തിന്റെ ഒരു ചിത്രം തന്നെയാണ്, അതിക്രൂരമായ അവസ്ഥ. നമ്മൾ ഇസ്രയേലിനൊപ്പം നിന്ന് സംസാരിക്കാറുണ്ട്. കാരണം ഹമാസ് തുടങ്ങി വെച്ച ഒരു യുദ്ധമാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്. എങ്കിൽ തന്നെയും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ഒരു അധിനിവേശമുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഒരു ജെറുസലേമിന് വേണ്ടി നടക്കുന്ന ഒരു ഘോര യുദ്ധമാണ് എല്ലാ കാലത്തും. രണ്ട് കൂട്ടർ തമ്മിൽ, രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. വിട്ടുകൊടുക്കാൻ ഇരു കൂട്ടരും തയ്യാറാകാതെ നിൽക്കുമ്പോൾ ഒന്നിനെ കയ്യേറുക, അധിനിവേശം കൊണ്ടെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേലും അതിമാരകമായ ആക്രമണങ്ങൾ ഗാസയിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ നേർചിത്രങ്ങൾ നമ്മൾ ഈ യുദ്ധത്തോടെ കണ്ടതാണ്. അതായത് ഭീകരരെ ഇല്ലാതാക്കാൻ എന്നും പറഞ്ഞു തുടങ്ങിയ യുദ്ധമാണ്. പക്ഷേ ചോര കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇസ്രയേലിന് കൊന്നൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനെയും അവർ ബാലൻസ് ചെയ്യുന്നത് ദൈവം ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ദൈവങ്ങൾക്ക് മതമുണ്ടോ? അതും ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഏതോ ഒരു ശക്തി അതിന് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ വേർതിരിവുകൾ ഇല്ല എന്ന് എല്ലാ മതങ്ങളും പറഞ്ഞു വെക്കുന്നത് അതാണ്. പക്ഷേ മതത്തിന്റെ പേരിലാണ് എല്ലാ യുദ്ധങ്ങളും നടക്കുന്നത്. എന്തായാലും ട്രംപ് ഒരു വെറും വാക്ക് പറഞ്ഞതാണോ അതോ പ്രവർത്തിക്കാൻ പോകുന്നത് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണോ എന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. എന്തായാലും ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.